ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M&M ടോക്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഷാർജയ്ക്കാണ്. ഷാർജയ്ക്ക് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം കാണാനായിരുന്നു. പണ്ട് വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും, അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അപ്പോൾ അധികം ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഈ ക്യാറ്റ് മാർക്കറ്റും പെറ്റ്സ് മാർക്കറ്റാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനും ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറെ വീഡിയോയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലിടാം. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കിയപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായി കിടക്കുകയാണ്. സൈഡിൽ കൂടെ ഒക്കെ പോണ വണ്ടികളൊക്കെ ഈ ഫുള്ള് നനഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഈ പാർക്കിങ്ങിലൊക്കെ പോയി മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് കണ്ട സൈഡിലൊക്കെ നോക്കി. മഴ പെയ്തുകൊണ്ട് കൂടെ ഞാൻ പറഞ്ഞ പോലെ ചുറ്റും നിറച്ച് വെള്ളവും. പിന്നെ ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിലേക്കായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ. ഇവിടെ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫിഷും മീറ്റൊക്കെ കൊടുക്കണതാണ്. ഈ പച്ച കളറിലിരിക്കുന്നതാണ് ഈ പിസ്ത. ഇതിൻ്റെ അകത്താണുള്ളത് പിസ്ത കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്നത് പുതിയൊരു ഫ്രൂട്ടാണ്, കണ്ടിട്ടില്ല. പിന്നെ അവിടെ പലതരത്തിലുള്ള ഓരോ ഈന്തപ്പഴങ്ങളും അതിന് പിന്നെ കുറേ തേനുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ കുറേ മിഠായികളാണ്. കുറേ ലോലിപ്പോപ്പും കല്ല് പോലത്തെ മിഠായി ഇല്ലേ അതും, പിന്നെ കായ വറുത്തത്, നമ്മുടെ നാട്ടിലത്തെ കായ വറുത്ത പോലത്തെയും, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മസാല കപ്പലണ്ടി, പിന്നെ അങ്ങനത്തെ ഓരോ ഡ്രൈ ഫ്രൂട്ട്സും, പിന്നെ ജില്ലി മിഠായി പോലത്തെ. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒലീവായിരുന്നു. അപ്പോൾ ഒലീവ് ഇങ്ങനത്തെ ഈ ബാർബിക്യൂ ഗ്രില്ലിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒലീവ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറേ മിഠായികൾ, സൂര്യകാന്തിയുടെ വിത്തുകൾ ഒക്കെ, അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷും മീറ്റൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മീനും നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സ്ഥലമൊക്കെ. നല്ല ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളായിരുന്നു വലിയ സൈസുള്ളത്. അത് നല്ല പിന്നെ ഒരു ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ കളർ വാലിൻ്റെ അറ്റത്ത് നീല കളറുള്ള വാലൊക്കെ ആയിട്ടും മീനുകളുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടത്. ചിക്കൻ്റെ ഭാഗത്തേക്ക് അങ്ങനത്തെ ആടിൻ്റെ മാംസം ആ ഭാഗത്തേക്കാണ് പിന്നെ പോയതെന്നാണ്. അപ്പോൾ അവിടെ പല രാജ്യത്തു നിന്ന് ഇറക്കിയിട്ടുള്ള ഇറച്ചികളും പല സൈസിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി, വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവർ വെട്ടി ക്ലീനാക്കി കഷ്ണമൊക്കെ ആക്കിയിട്ട് കവറിലിട്ട് തരും. നമ്മൾ കാശ് മാത്രം കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇറച്ചി ആ ഭാഗത്തിൻ്റെ പിൻഭാഗത്താണ് ഈ കായൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സ് മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ കൂടുതലും തത്തമ്മ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ജീവനുള്ള സ്ഥലമായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ്. തലയിൽ തൊപ്പി പോലെ നല്ല സ്പൈക്കാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാടൻ കോഴി, പിന്നെ മയില്. ഇവിടെ നിന്ന് കുഴപ്പമില്ല മയിലിനെ പിടിക്കുന്നത്. പിന്നെ ഞാനവിടെ മയിലിനൊക്കെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെങ്ങോട്ടാണ് കൈ കൊണ്ടുപോകുന്നത് അവിടേക്കൊക്കെ ഇതിങ്ങനെ കൊത്തണ പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനെ തന്നെ കളിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അനിയത്തി അവിടെ അടിയിൽ കുറേ മയിലിനൊക്കെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു തത്തയാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറെ ഓരോ ഒച്ചകളൊക്കെ ഉണ്ടാക്കും. തത്തയുടെ കറക്റ്റ് ഒച്ചയല്ല ഉണ്ടാക്കുക, വേറെ കുറേ ഒച്ചകളൊക്കെ. പിന്നെ അവർക്ക് തിന്നാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സൂര്യകാന്തിയുടെ വിത്തൊക്കെയാണ്. അപ്പുറത്ത് പിന്നെയാണെന്നാണ് നമ്മുടെ നാട്ടിലത്തെ തത്ത, പച്ച തത്ത സംസാരിക്കുന്നത്. പിന്നെ കോഴീനൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ കുഞ്ഞു മൊയിലുകളും ഇവരിങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുക. ചില മൊയിലൊക്കെ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു, ചിലത് ഭക്ഷണം കഴിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ വെള്ളയും കറുപ്പും കളറുള്ള പ്രാവുകൾ, ചെറിയ സൈസ് ഇട്ടാ